ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്ന് വന്നിട്ട് നമ്മൾ ഷോൾഡറാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഷോൾഡർ ഫോക്കസ്ഡ് ആയിട്ട് പുഷ് ഡേ, പിന്നെ സെക്കൻഡറി ആയിട്ട് ചെസ്റ്റ് ഉണ്ടാവും ഒരു വർക്കൗട്ട്, അതായത് ഒരു ഫ്ലൈ മൂവ്മെൻറ്റാണ് കൊടുക്കുക. പിന്നെ ഒരു ട്രൈസെപ്സ് വർക്കൗട്ട്, ഓവർ ഹെഡ് എക്സ്റ്റൻഷനാണ് കൊടുക്കുക ക്യാബിളിൽ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വർക്കൗട്ടിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കാർഡിയോ ഉണ്ട്, ആപ്സ് ഉണ്ട്, ക്യാബിൾ ക്രഞ്ചസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ലാറ്ററൈസിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ലാറ്റർ ഹെഡിൻ്റെ വർക്കൗട്ടായിട്ട്. അപ്പോൾ ഗൈസ് കം ഓൺ. ഗൈസ് അങ്ങനെ ഫസ്റ്റ് വർക്കൗട്ടാണ്, ലൈറ്റ് വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞായി എൻ്റെ പുഷിംഗ് മൂവ്മെൻറ്റ്സ് എപ്പോഴും ലാറ്റർ മൂവ്മെൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ലാറ്ററൈസ് വർക്കൗട്ടിൽ. കോമ്പറ്റീഷൻ സമയത്ത് ബോഡി ഷേവ് ചെയ്തിട്ട് അത്യാവശ്യം കുരു വന്നിട്ടുണ്ട്. എനിക്ക് ബ്ലേഡ് ഭയങ്കര അലർജിയാണ് സ്കിന്നിൽ. ബ്ലേഡ് തൊട്ടാൽ ഫേസിലെല്ലാം കുരു വരും. അപ്പോൾ കുറച്ച് മടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായി ബാക്ക് സൈഡുകളിൽ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അലർജിക്കായിട്ട് കുരു വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ചൂടുകുരുവിടെ കുറഞ്ഞു, ഇവിടെ ഒരു സുഖമില്ല. അതുകൊണ്ട് അയ്യോ, ഇത് കഴിഞ്ഞിട്ട് വേണം മിഷൻ പ്രസ് ചെയ്യുക. സീറ്റഡ് അത്യാവശ്യം നല്ല വർക്കിംഗ് ആയിട്ടുള്ള മിഷനാണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മെഷീൻസും നല്ല ബയോമെക്കാനിക്സ് ഉള്ള മെഷീൻസാണ്. ഒന്നും അത്ര വേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ നല്ല അത്യാവശ്യം നല്ല ഇമ്പോർട്ട് സാധനമാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എക്സ്പെൻസീവാണ്, പക്ഷെ ഈ ക്രോസ് ഓവർ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ബേസ് അപ്പോൾ ലാറ്ററൈസ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സീറ്റഡ് ഷോൾഡർ പ്രസ് ചെയ്യാം. ഒരു 3 സെറ്റ് ചെയ്യാൻ ഇപ്പോൾ പ്ലാനുള്ള. ഓക്കെ, വർക്കിംഗ് സെറ്റ്. മൂന്ന് സെറ്റും വർക്കിംഗ് സെറ്റ്, വാം സെറ്റും അങ്ങനെയൊന്നുമില്ല. എല്ലാം അത്യാവശ്യം ഹെവി തന്നെ അടിക്കാനാണ് പ്ലാൻ. ഗൈസ് അങ്ങനെ ഷോൾഡർ പ്രസ് ഫിനിഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം പമ്പായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. മിഡിൽ ഫിനിഷായി, ഫ്രണ്ട് ഫിനിഷായി. ഇനി റിയൽ ഡെൽറ്റും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്യണം. അത് പെക്ഡെക്കല്ല ഞാൻ പ്ലാൻ ചെയ്തിരിക്കില്ല. പെക്ഡെക്കൽ റിവേഴ്സ് ഫ്ലൈ. എൻ്റെ ഇത് അതായത് റൈറ്റ് സൈഡിൽ റിയർ കമ്പാരിറ്റീവ്ലി ഓക്കെ, ബട്ട് ലെഫ്റ്റ് സൈഡിൽ ഇനി നല്ലോണം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഒരു നെഗറ്റീവ് സൈഡ് അത്. കുഴപ്പമില്ല, മൊത്തത്തിൽ സെറ്റായി വരുന്നുണ്ട്. റിയൽ ഡെൽറ്റ്
ഫ്ലൈ മൂവ്മെൻറ്റിലേക്ക് പോവാം. അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ സെക്കൻഡ് സെറ്റ് വർക്കൗട്ട് ചെയ്യാം. ആദ്യം ലൈറ്റ് വെയിറ്റിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൽ ചെയ്യാൻ എന്തോ ഒരു അൺകംഫർട്ടബിൾ ഉണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ മെഷീൻ അതൊന്ന് ചെയ്ത് യൂസ്ഡ് ആണോ. ടെക്നിക്കലി എനിക്കത്ര ഓക്കെ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു 2 സെറ്റ് ഇതിലും ചെയ്യാം. അതിൽ 2 സെറ്റ് ചെയ്ത് ഇതിൽ 2 സെറ്റ്. ടോട്ടൽ 4 സെറ്റ്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഗൈസ്, ഷോൾഡേഴ്സിൻ്റെ വർക്കൗട്ട് ഫിനിഷായി. ഇനിയിപ്പോൾ ക്യാബിളല്ല ബാക്ക് ഡെക്കിൽ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ഉണ്ട്, ഫ്ലൈ മൂവ്മെൻറ്റ്, അത്രയേ ഉള്ളൂ ചെസ്റ്റിന്. പിന്നെ ഒരു പുഷ് ആണ് ട്രൈസെപ്സിന്. അതോടെ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷാകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്കൗട്ടിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ ഫൈനൽ വർക്കൗട്ട് ചെയ്ത് ചെസ്റ്റിൻ്റെ ഫ്ലൈസ്. അപ്പോൾ ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് വർക്കൗട്ട് ഫിനിഷ്. ഇന്നെന്തോ വർക്കൗട്ടിനും വീഡിയോ എടുക്കാനൊന്നും തീരെ ഒരു മൂടില്ല. നാട്ടിൽ പോയപ്പോൾ പിന്നെ എനിക്ക് വരുന്ന എൻക്വയറീസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു വിധപ്പെട്ട ആൾക്കാരെല്ലാം ഫസ്റ്റ് തന്നെ ബൾക്കിങ്ങിലേക്ക് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ ബോഡീൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഒരു 20% 25% ബോഡി ഫാറ്റുള്ള ആളാണെങ്കിലും അല്ലേ, എന്താ പറയുക, സ്കിന്നി ഫാറ്റായ ആൾക്കാരും എല്ലാം ഡയറക്റ്റ്ലി ബൾക്കിങ് തന്നെ പോകുന്നത്. ഇത് ഭയങ്കര എന്താ പറയുക മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ അത്രയും ബോഡി ഫാറ്റ് കെയർ ചെയ്തുകൊണ്ട് ഒരു ബൾക്കിങ് ചെയ്യുവാണെങ്കിൽ ഓവറോൾ കിട്ടുന്ന ലുക്ക് വളരെ അബദ്ധമായിരിക്കും.
ഇനി ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ പിന്നെയും ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കൂടത്തേ ഉള്ളൂ, കുറയാൻ പോകത്തൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് മോശമാകാൻ തുടങ്ങും, ബ്ലഡ് പ്രഷർ ഹൈ ആവും, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെയും ഫാറ്റും വെള്ളവും ഇങ്ങനെ ബോഡിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ബെറ്റർ എപ്പോഴും ഒരു ബൾക്കിങ്ങിന് മുമ്പിട്ട് ഒരു നല്ല കട്ടിങ് ചെയ്ത് കണ്ടീഷനാക്കി നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെല്ലാം കൂട്ടി ബാക്കിയുള്ള ബ്ലഡ് മാർക്കേഴ്സൊക്കെ നല്ല രീതിയിലാക്കി കൊളസ്ട്രോളിൻ്റെ അത് കുറച്ച് അങ്ങനെ കംപ്ലീറ്റ്ലി നല്ലൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത ശേഷം മാത്രം ബൾക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ്. ഇനിയിപ്പം ഹെൽത്ത് മാർക്കേഴ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴും എപ്പോഴും ബെറ്റർ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഗെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കട്ടിങ് ചെയ്ത് ബോഡി നല്ലൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബൾക്കിങ്ങിലേക്ക് ഗെയിനിങ് ചെയ്ത് പോവുക. അല്ലാണ്ട് ഓൾറെഡി ഫാറ്റ് ഉണ്ട്, ആപ്സ് ഒന്നും വിസിബിൾ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ നിൽക്കാണ്ട് ബൾക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ പോയിൻ്റ് ഇല്ല. മിനിമം ഒരു 1-2 ആപ്സ് എങ്കിലും പുറത്ത് വിസിബിൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾ ഗെയിനിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ കുറേ മുന്നേ വരെ ചെയ്തുകൊണ്ടിരുന്ന മണ്ടത്തരം, അതായത് എപ്പോഴും ഗെയിനിങ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ആ ഒരു ലൂപ്പിൽ കിടന്ന് കളിക്കാനല്ലാണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഫിസിക്ക് മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഇത് തന്നെയാണ്, അതായത് ഓൾറെഡി എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ പിന്നെ ഗെയിനിങ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബട്ട് ഗെയിൻ ആവുന്നത് എന്താ പറയുക, മെജോറിറ്റിയും ഫാറ്റും വെള്ളമൊക്കെ ആയിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ കാണാനും വലിയ രസം ഉണ്ടാകത്തില്ല, എന്നാൽ ടീഷർട്ടിൽ ഫുള്ളറായി നിൽക്കും, അതൊക്കെ ശരിയാണ്. ബട്ട് വയറ് പുറത്തേക്ക് തള്ളിയിരിക്കും. ഇനിയിപ്പോൾ ബ്ലോട്ടിങ് കൂടിയിട്ട് ആകെ മഹാവൃത്തിയുടെ അവസ്ഥയായിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഇത് നിങ്ങൾക്ക് ലോങ് ടേമിൽ പിന്നെ തിരിഞ്ഞ് മറിഞ്ഞ് നോക്കേണ്ട അവസ്ഥ വരത്തില്ല. എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് അത്രത്തോളം കട്ട് ചെയ്ത് ലീനാവുക, എന്നിട്ട് മെല്ലെ ഗെയിൻ ചെയ്യുക. ഞാൻ എന്തായാലും ഒരു സെറ്റും കൂടി ചെയ്യട്ടെ. ഗൈസ്, ഫൈനലി എൻ്റെ വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ചെസ്റ്റ്, ട്രൈസെപ്സ്, ഷോൾഡേഴ്സ്. അപ്പം ഇന്നെന്തോ മൊത്തത്തിൽ വീഡിയോ ചെയ്യാനാണെങ്കിലും വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും കുറച്ച് മൂഡ് ഡൗൺ ആയിരുന്നു, പിന്നെ വിശപ്പുണ്ട്, അങ്ങനത്തെ ഒരു വിഷയം കൊണ്ട് ആയിരിക്കാം. ഞാൻ എന്തായാലും ഇന്നത്തെ പമ്പ് കാണിച്ചിട്ട് എങ്ങനെയുണ്ട് ഓവറോൾ ബോഡി കണ്ടീഷൻ എന്താന്ന്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും മൊത്തത്തിൽ മൂടില്ല. മെയിൻലി എനിക്ക് ഒന്ന് വിശപ്പടിക്കുന്നുണ്ട് നല്ലോണം, അതുകൊണ്ടായിരിക്കും. പിന്നെന്തോ എല്ലാം കൂടി ഡൗൺ ആണ്. എല്ലാ ദിവസവും ഒരേപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നടക്കണം. ബൈ.